പ്രത്യാശയോടെ രക്ഷനാഥ നോക്കി നോക്കി കണ്കൾ മങ്ങിടുന്നേ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും. നമ്മുടെ കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുമല്ലോ. വലിയ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വായിച്ച വേദഭാഗം പ്രിയമുള്ളവരെ, ഗെത്സമന തോട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണല്ലോ നാം ഈ രാത്രി കുറിവാക്യമായി വായിപ്പാൻ ഇടയായിത്തീർന്നത്. യേശുവിന്റെ കാൽവരി മരണത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ. ഒന്ന്, കർത്താവ് ഒടുവിലായി പ്രാർത്ഥിച്ച ഗെത്സമന തോട്ടം. 2, കർത്താവ് ഏറ്റവും അധികമായി തകർക്കപ്പെട്ട പീലാത്തോസിന്റെ അകത്തെ കൽത്തളം എന്നറിയപ്പെടുന്ന ഗബദ. 3, കർത്താവ് പരസ്യമായി ക്രൂശിക്കപ്പെട്ട ഗാഗുൽത്ത. ഈ 3 സ്ഥലങ്ങളെ കുറിച്ചൊന്നും വിവരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഗെത്സമനയെ കുറിച്ച് അല്പമായി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ വിടുതലായിരിക്കും. സ്തോത്രം. ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ് ആരാന്ന് അറിഞ്ഞു വേണം നിങ്ങൾ അവനെ ആരാധിക്കാൻ. ധന്യനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് ജനത്തോട് പറയാൻ പോവാം. അതിനു മുമ്പേ ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് നമുക്ക് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീതീകരണം, തേജസ്കരണം, വിശുദ്ധീകരണം എന്ന വിഷയത്തെ ആഴമായി അവതരിപ്പിച്ച് പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് ഈ ഭൂമി ജീവിക്കാൻ ഒരു ഭക്തനാകെ വിശ്വാസം കൈമുതലായി മതിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 11-ാം അധ്യായത്തിൽ താൻ പറയുകയാണ്, അവരുടെ പ്രംശം നമ്മുടെ നിരപ്പിന് ഹേതു ആയെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്ത് പറയാൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, അവൻ കൊമ്പുകളിൽ ചിലതൊടിച്ചു, എല്ലാം ഒടിച്ചിട്ടില്ല. ഇസ്രായേൽ എന്ന യഥാർത്ഥ ഒലിവിന്റെ കൊമ്പുകളിൽ ചിലതൊടിച്ചു. ഒടിച്ചതിന്റെ സംഖ്യ 1,00,000 1 കോടിയാണോ 100 കോടിയാണോ എനിക്കറിയത്തില്ല, എത്രയോ ഒടിച്ചു. ഒടിച്ച കമ്പ് ഒരു കൂനയായ ഒരു ഭാഗത്ത് മാറ്റിയിട്ടിട്ട് ഒടിച്ച ഓരോ കമ്പിലേക്ക് പകരം ജാതികളായ നമ്മെ എണ്ണി ഒട്ടിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി PC ചെറിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തോണ്ട് നിൽക്കണം, ഞാൻ നിൽക്കുന്നെങ്കിൽ പകരം ഒരുത്തൻ ഒടിഞ്ഞിട്ടുണ്ട്. അത് രൂബേന്റെ ഗോത്രത്തിലാണോ, ശിമയോന്റെ ഗോത്രത്തിലാണോ, അതോ യഹൂദ ഗോത്രത്തിലാണോ, നഫ്താലിയാണോ, ഗാദാണോ, സെബുലൂനാണോ, ഏതോ ഗോത്രത്തിലെ കൊള്ളാവുന്ന ഒരു നല്ല
കൊമ്പിനെ ഒടിച്ചിട്ടിട്ട് പകരം ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ കൃപയാൽ ആ സ്ഥാനത്തൊട്ടിച്ചു. സ്തോത്രം. അവൻ ഒടിയാനുള്ള ഒറ്റ കാരണം അവിശ്വാസം, ഞാൻ ഒട്ടാനുള്ള ഒറ്റ കാരണം വിശ്വാസം. ഇന്ന് രാത്രി വിശ്വാസത്താ നീ ഒട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ട രാത്രിയാ. വിശ്വാസമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആ അധ്യായം എഴുതി മുൻപോട്ട് വരുമ്പോൾ 33, 34 വാക്യം ഒന്ന് വായിക്കണേ. ദൈവത്തിന്റെ ധനം എന്നുള്ള വാക്യം ദൈവദാസനെ എങ്ങനെ വായിക്കറിയാം? നമ്മൾ ഈ ദുബൈയിലൊക്കെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. നമ്മളിവിടെ കണ്ടിട്ടില്ലല്ലോ, നമ്മളാകപ്പാടെ 5 6 നിലയൊക്കെ ഉള്ളതാ. ആ വലിയ ബിൽഡിംഗ് 1.25 കിലോമീറ്റർ ഉള്ള ചെന്ന് കാണുമ്പോൾ അറിയാതെ ഹാ എന്ന് വെക്കത്തില്ലേ? അതിപ്പം കാണാനൊക്കത്തില്ലോ. കോന്നി ആനക്കൂട്ടിച്ചിട്ട് ആദ്യമായിട്ട് വലിയ ആനയെ കാണുമ്പോ ഹാന എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ വായിക്കണം ആ വാക്യം. ദൈവത്തിന്റെ വായിക്കോട്ട വിടുന്ന ഹായല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, അറിവ്, ദൈവത്തിന്റെ അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ 12-ാം അധ്യായത്തിൽ ആരാധിക്കാൻ പറയാൻ പോവാ. ആരെ ആരാധിക്കണമെന്നാ 33, 34. സ്തോത്രം. പണം കൊണ്ട് ദൈവത്തെ അങ്ങ് ആരാധിക്കാം എന്ന് അന്നത്തെ കാലത്ത് 4 പുത്തൻ കയ്യിലുള്ള പൗലോസ് ഒരു സ്തോത്രം പറയാണ്. സ്തോത്രം ആരും പറഞ്ഞില്ല. $65 കോടി $650 കോടി എന്നൊക്കെ ഉണ്ട്. എത്രയാകട്ടെ, കാശുള്ളവനാണ്. കാശില്ലേ ഗമാലിയലിന്റെ പാതപ്പെടുത്തി അന്ന് പഠിക്കാനൊക്കത്തില്ല. ജനിച്ചത് നല്ല തറവാടിത്തമുള്ള വീട്ടിലാണ്. സ്തോത്രം. അപ്പൊ തന്റെ പണമെല്ലാം കൂടെ എടുത്തൊരു തട്ടയിലോട്ട് വെച്ചു. മറ്റേ തട്ടയിലോട്ട് ദൈവത്തിന്റെ ധനവും കൂടെ നോക്കിയപ്പോൾ താൻ വാ പൊളിച്ചു പോയി. മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഈ കൺവെൻഷന് നാളത്തെ ഊണ് ഞാൻ അങ്ങോട്ടേക്കാം എന്നൊരാൾ പറഞ്ഞെന്നിരിക്കട്ടെ. അങ്ങനെയൊന്നുള്ള അബദ്ധം നമുക്കാർക്കും അങ്ങനെ പറ്റാറില്ല. ഇനി അങ്ങനെ പറ്റിയെന്നിരിക്കട്ടെ. ഞാൻ ഗുജറാത്തിൽ പോയി സൂററ്റിലെ കൺവെൻഷന് പ്രസംഗിച്ചിട്ട് തിരിച്ചു വരിക. 4 ദിവസം അവിടുത്തെ UPF-ന്റെ കൺവെൻഷൻ തിരിച്ചു വരിക. വരുമ്പോൾ ഞാൻ വരുന്ന ജെറ്റ് എയർവേസിൽ അവിടുത്തുകാരൻ ഒരു മനുഷ്യൻ കൂടെ കയറി എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ഹിന്ദിയിൽ ഞാൻ ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചു. സാർ എവിടെ പോവാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കേരളത്തിൽ പോവാം. അപ്പോൾ ഇത് കറക്റ്റ് ട്രിവാൻഡ്രത്തിൽ വരുന്ന ഫ്ലൈറ്റാണ്. ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇവിടെ പോവാം. ഉടനെ പറഞ്ഞു ഞാൻ ശബരിമലയ്ക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്താണ്, ഞാൻ റാന്നിക്കാരൻ, അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചില ആവേശം കാണിച്ചു വർത്താനത്തിൽ. അപ്പം ഞാൻ ചോദിച്ചു അങ്ങ് എന്തിനാ ഗുജറാത്തിൽ നിന്ന് ഇങ്ങനെ ശബരിമലയ്ക്ക് ഇപ്പോൾ പോകുന്നു? ഇപ്പം ഞങ്ങളുടെ അവിടെ വൃശ്ചിക 1 തൊട്ട് മകരം 1 വരെ സാധാരണ പ്രോഗ്രാം. അപ്പം ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉള്ള സമയത്ത് ഇപ്പം എന്തിനാ അങ്ങ് പോന്നേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പോവല്ല, ഞാൻ ഒരു നേർച്ചയിടാൻ പോവാം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചോദിക്കുന്നത് ക്ഷമിക്കണം, എത്ര തുകയാണ് ഇടാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞൊരു 33 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാൻ പോവാം. വളരെ സിമ്പിളായിട്ട് 33 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാൻ പോവാം. 33 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാൻ പോവാം. അപ്പൊ ഞാൻ ചോദിച്ചു സാറിന്റെ തൊഴിൽ, എനിക്കൊരു 6 തുണിമില്ലുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയ ആ ടേൺ ഓവറിന്റെ ഒരു വിഹിതമാണ്, മൊത്തമല്ല, അതിന്റെ ഒരു വിഹിതം ഞാൻ ശബരിമലയെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പോകുന്നത്? അത് ഞാൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങിയാണ് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാറിൽ അവിടെ ചെല്ലുന്ന ഉടനെ ഞാൻ എങ്ങനെ ഈ പൈസ 33 അത് ചെക്ക് ഞാനൊരു കിഴത്തേ കൂടെ അങ്ങോട്ട് കൊടുക്കും, മറ്റേ കിഴത്തൂടെ പച്ച ഒരു രസീത് കിട്ടും, ഞാൻ ആ കാറിൽ തിരിച്ചു പോരും, അടുത്ത ഫ്ലൈറ്റ് കഴിഞ്ഞ് പോരും. ഞാൻ ചോദിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പദവിയോ സ്ഥാനമോ? തൊട്ട് പുറകെ സ്വർണത്തിന്റെ ആനയും കൊണ്ട് അടുത്താളെ നിൽക്കുക. സ്വർണത്തിലുണ്ടാക്കിയ ആനയും കൊണ്ട് പുറകിൽ ക്യൂവിൽ അടുത്താളെ നിൽക്കുകയാണ്. അപ്പൊ ഇവന്റെ 33 ഒന്നുമില്ല, മറ്റേ 55 ലക്ഷം ആനയ്ക്ക്. സ്വത്രം ആരും പറയുന്നില്ല. ഈ 1000 ഇട്ടവന്റെ ഒക്കെ മുഖം കണ്ടില്ലേ? നമ്മൾ വാ വിളിച്ചിരിക്കുക. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? നമ്മളായിരുന്ന പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആക്കിയതിനെ ഒന്ന് സ്റ്റേറ്റിന്റെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ ഒന്നുമല്ല. ഹലോ, അന്തരീക്ഷം എല്ലാം പോയല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ ഗുജറാത്തിൽ നിന്ന് വണ്ടി കയറിയേക്കുക 33 ലക്ഷം കൊടുക്കാൻ, ചെക്ക് റെഡിയായിക്കൊണ്ട് പോവാ. അയാൾ പറഞ്ഞു ഞാൻ കിഴത്തേ കൂടെ അങ്ങോട്ട് കൊടുക്കും, മറ്റേ കിഴത്തേ കൂടെ പച്ചരസി കിട്ടും, ഞാനിഞ്ഞ് പോരും. കൊടുത്ത ആരാന്ന് അറിയത്തില്ല, മേടിച്ച ആരാന്ന് അറിയത്തില്ല. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. നമ്മളൊക്കെ ഊണ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ സ്റ്റേജേ കയറ്റി നാളെ പുള്ളിയെ 10 പ്രാവശ്യം മാലയിടത്തില്ലേ? അന്തരീക്ഷം എല്ലാം പോയല്ലോ. എന്നെ വെറുതെ വിട്ടേക്കണേ. ഹലോ, ഇന്ന് രാത്രി പൗലോസിന്റെ ധനം ഒരു സ്ഥലത്തോട്ട് വെച്ചു. എന്നിട്ട് ദൈവത്തിന്റെ പുരാതന സമ്പത്ത്, ഗുപ്ത നിധികൾ
പൗലോസ് ഒന്ന് ആത്മാവിൽ കണ്ടിട്ട് വാ പൊളിച്ചു. ദൈവത്തിന്റെ ധനം, ഉലകത്തിൽ ഒരു മനുഷ്യന് ധനം കൊണ്ട് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ അത്രമാത്രം ധനമുള്ളവനാ. കരം അടിച്ചിന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിക്കണം. അവനൊപ്പം പറയാൻ ഉലകത്തിൽ ആരുമില്ല. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഗസമനെ ഒന്ന് പറഞ്ഞല്ലോ. 2, അവന്റെ ജ്ഞാനം. മൂക്കിന്റെ കീഴലത്തെ മീശ രാവിലെ പഠിച്ചിട്ട് വൈകിട്ടോടെ പഠിച്ചില്ലേ വൃത്തിയാടാ, കിളുത്ത് വരും, മൊത്തം നരച്ചതാ, മുടി പോലെ തന്നെയാ. പക്ഷെ മൂക്കിന്റെ മേളത്തെ രോമം മടരുന്നേ ഇല്ല. 57 വർഷമായിട്ട് ഒറ്റ നിപ്പ് നിൽക്കുക. എന്തോ ജ്ഞാനമോ. നമ്മുടെ പെൺപിള്ളേർ അറിയാതെ പോയി പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കൈവെക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. മര്യാദയ്ക്ക് ജീവിച്ചോണം. ഒരു സ്വോത്രം പറഞ്ഞേരെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ 6 വർഷം ഇപ്പൊ മരുന്ന് കിടക്കരുത്. ഉണ്ട്, എന്നെ നോക്കുന്നതുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കി എന്തോ ജ്ഞാനം. മൂക്കിന്റെ കീഴിലിരിക്കുന്ന സാധനം രാവിലെ പഠിച്ചിട്ട് വൈകിട്ടൂടെ പഠിച്ചില്ലെങ്കിൽ കിളുത്ത് വരും. മൂക്കിന്റെ മേളിലിരിക്കുന്ന സാധനം 57 വർഷമായിട്ട് കിളുക്കുന്നേ ഇല്ല, അങ്ങനെ ഇരിക്കുക. എന്തോ ജ്ഞാനമാ. ഹലോ, മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് അരയോവാക്കുന്ന എന്നൊരു വെല്ലുവിളി നടത്തി. ജ്ഞാനികളുണ്ടേ വാടാ, താർക്കികനുണ്ടേ വാ. ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തോട് തർക്കിക്കാൻ, എനിക്ക് ലഭിച്ച കൃപയോട് തർക്കിക്കാൻ കൃപയുള്ള ഒരുത്തരുണ്ടേ വാ എന്ന് വെല്ലുവിളിക്കാൻ പൗലോസ് തയ്യാറായത് ഈ ദൈവം ആരാന്നറിഞ്ഞത് കൊണ്ടാ. നീ വിചാരിക്കുന്ന ഒരു സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. പെന്തക്കോസ്തുകാരാ, നിന്റെ ദൈവം സകല ദൈവങ്ങളെക്കാൾ ഒരു വലിയ ദൈവമാ. എത്ര പേര് വിശ്വസിച്ചിരുന്ന രാത്രി എന്റെ ദൈവത്തെ പോലെ ഒരു വലിയ ദൈവം വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്. ജപ്പാനിലെ ടയോട്ട കാറിന്റെ കമ്പനി മൊത്തവും 46 ഫ്ലൈറ്റും കൂടെ ഒഴുക്കിക്കൊണ്ട് പോയ തിരയെ ചുമ്മാ പൊടിമണ്ണ് കൊണ്ട് അതിലിട്ട് ഇവിടെ നിർത്തിയേക്കുക. എന്തോ അറിവ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ദൈവം ആരാന്ന് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം എന്നെ ഞെട്ടിച്ച വാക്യ. ഒന്ന് വായിക്കണം ദേവദാസനെ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും. ഒരു പാസ്റ്റർക്ക് സ്റ്റേജെ അവതരിപ്പിക്കാൻ കൊള്ളാത്ത പോലെ എത്ര അപ്രമേയമാ. അവന്റെ വഴികൾ എത്ര. വഴികൾ വായിക്കാൻ വരട്ടെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന യഹോവ ആര് എന്ന് ചോദിച്ചവനെ നടുക്കടലിൽ വെള്ളം മുക്കി കൊന്ന അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദേവൻ ആര് എന്ന് ചോദിച്ചവനെ കാളയെ പോലെ പുല്ലു തീറ്റിച്ച അവന്റെ ന്യായവിധികൾ എത്ര ഭയങ്കരമാ. അടുത്തൊരു മാസത്തേക്ക് എന്നോടല്ലാതെ ആരോട് പ്രാർത്ഥിക്കല്ലേ എന്ന് കൽപ്പിച്ച ദാരിയാവേശനെ വെട്ടിയ അവന്റെ ന്യായവിധി എത്ര അപ്രമേയമാ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിലെ പൊൻവെള്ളി പാത്രത്തിൽ വെപ്പാട്ടികളുമായി ഡാൻസ് കളിച്ച ബെൽസസറിനെ ആ രാത്രി വെട്ടിയ ദൈവത്തിന്റെ ന്യായവിധി എത്ര അപ്രമേയമാ. ഈ രാത്രി സുരിച്ചാരാധിക്കണമേ. അവന്റെ ന്യായവിധികൾ എത്രയോ അപ്രമേയമാ. ഓ റമനാഥരാജന വൈഡാമനഗ തുകൽക്കനാഥന. ഓ ഹല്ലേലൂയ. ശിഖരബബബബസ്. പ്രാർത്ഥിക്കുന്ന ഭക്തൻ ചാരത്തിലിരുന്ന് കരയുമ്പോൾ കഴുകുമരം ഒരുക്കിയവനെ അവനെ അവന്റെ പെണ്ണും പിള്ളാരെയും ജനം നോക്കി നിൽക്കുമ്പോ കഴുകിക്കേറ്റിയ അവന്റെ ന്യായവിധികൾ അതെത്ര അപ്രമേയമാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ ഉന്നം വെച്ച മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. ഓ ചൂട മാന ധീര ജാന വൈഡ രഗത.
ഇന്ന് രാത്രി ഇവിടെ ആത്മാവിന്റെ തീ ഇറങ്ങേണ്ട രാത്രിയാ. നിന്നെ ആത്മീയമായി മുന്നേറാൻ കഴിയാതെ നിന്നെ ഒതുക്കുന്ന പോരുകൾക്ക് നേരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി പന്തല് വ്യാപരിക്കുകയാ. ഓ റബലബലഗശ. ഹല്ലേലൂയ. ഇത് മനുഷ്യരുടെ ശബ്ദമൊന്നുമല്ല, ഇത് സാക്ഷാത് ദേവൻ എന്ന് പറഞ്ഞ ജനം ഒരുമിച്ച് അങ്ങോട്ട് ബഹുമാനിച്ചോണ്ട് രോതാവിനെ ന്യായം വിധിച്ച അവന്റെ ന്യായവിധികൾ പ്രമേയമാ. ആരാധനയ്ക്ക് വന്നിട്ട് ജനത്തെ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് അച്ഛനും അമ്മാമ്മയും കൂടെ കമ്പനി കൂടി സ്വോത്ര കാഴ്ച വെട്ടി ദശാമി അനന്യാസിനെ സഫീറയും ആലയത്തിൽ വെച്ച് ന്യായം വിധിച്ച അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാ. ഇന്ന് രാത്രി ജനം ഭയത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ദൈവം ഒരു സാധാരണ ദൈവമല്ല. ഇന്ന് രാത്രി അവന്റെ കര ചലിച്ചുകൊണ്ടിരിക്കുകയാ. നിന്നെ തകർത്ത് കളയാൻ ഉന്നം വെച്ച മണ്ഡലങ്ങളിൽ അവന്റെ കരം ഇന്ന് രാത്രി ഒരു ന്യായവിധിക്ക് വേണ്ടി ഈ ദേശത്ത് തയ്യാറാവുകയോ. ജീസസ് നീതിമാനായവനെ ഗബദായി തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒന്നും അറിയാത്ത വിശുദ്ധനെ പോലെ കയ്യും കഴുകി ഇരുന്നവൻ കഴുകി ആ വെള്ളത്തിൽ മുങ്ങിച്ചത്ത് അവനെ തുടച്ചു മാറ്റിയെങ്കിൽ പീലാത്തോസിനെ ന്യായം വിധിച്ച അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാ. ഇന്നത്തെ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഓ, ഞങ്ങളുടെ റാന്നിയിലെ മാടമൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മാടമൺ അച്ഛനൊക്കെ അവിടെ ഇരുന്ന നമ്മുടെ റാന്നി ഇരുന്ന മാടമണ്ണിലെ പണ്ടത്തെ കാലത്ത് ചെറിയ ഓല കൊണ്ട് കെട്ടിയ ഒരു ഷെട്ടിനകത്ത് കുറെ പാവപ്പെട്ട ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരുന്നു. 21 ദിവസം ഉപവാസത്തിന്റെ അവസാന ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ അമ്മാമ്മയെ സ്നാനപ്പെടുത്തി. 3-4 പാവങ്ങൾ സ്നാനപ്പെട്ടു. സ്നാനം നടക്കുമ്പോൾ അമ്മാമ്മയുടെ വീട്ടുകാരാണ് വന്ന് സ്നാനപ്പെടുത്തിയ ഉപദേശിയെ സ്നാനപ്പെട്ട അമ്മാമ്മയും 21 ഉപവാസം ഇരുന്ന പാവപ്പെട്ട ദൈവമക്കളെ ദൈവദാസന്മാരെ ഊടുപാടെ അടിച്ചു. കർത്തൃമേശയുടെ പാത്രം മറിച്ചിട്ടു. അപ്പമെടുത്ത് പട്ടിക്ക് കൊടുത്തു. സ്തോത്രം. അടികൊണ്ട് തകർന്ന ഈ ദൈവദാസൻ വയ്യാതെ വീട്ടിൽ കിടക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ റാന്നി പോലീസ് സ്റ്റേഷൻ ആയിട്ടില്ല, പത്തനംതിട്ടയിലെ സ്റ്റേഷനുള്ളൂ, സർക്കിൾ ഓഫീസുള്ളൂ. അപ്പൊ പത്തനംതിട്ട സർക്കിൾ ഒരു മുസ്ലിമാണ്. അദ്ദേഹം വടശ്ശേരിക്കരെ വന്ന് വള്ളം കയറി മാടമണ്ണ് ഇറങ്ങി ഈ സംഭവ സ്ഥലത്തെത്തി. അടികൊണ്ട് വയ്യാതെ കിടക്കുന്ന 21 ദിവസം ഉപവസിച്ച ദൈവദാസൻ ചോദിച്ചു, കേസെടുക്കാൻ വന്നതാ, ഞാനൊരു സർക്കിളാ, അതുകൊണ്ട് പറഞ്ഞു മൗസർ എഴുതാൻ പോവാന്ന് പറഞ്ഞു, FIR തയ്യാറാക്കാൻ. അപ്പൊ ഈ ദൈവദാസൻ പറഞ്ഞു, സാറേ എനിക്ക് കേസ് രാവിലെ കൊടുത്തുപോയി. ഒരു കേസ് ഒരു സമയത്ത് 2 കോടതി ഇരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ കോടതിയൊക്കെ ഞായറാഴ്ച അവധിയല്ലേ, ഞങ്ങളുടെ കോടതിക്ക് ഞായറാഴ്ചയും അവധിയില്ല, അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങളുടെ കേസ് രാവിലെ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഈ സർക്കിളിന് ദേഷ്യം പറഞ്ഞു, ഞാനിവിടെ സർക്കിളിൽ വേറെ കോടതി ഏതാടൂ എന്ന് പറഞ്ഞ് ചൂടായി. ഉടനെ പറഞ്ഞു, ഞങ്ങൾ മേളിലാ കൊടുത്തത്, കേസ് മേളിലാ കൊടുത്തേ. അപ്പൊ ഇച്ചിരി കോപിച്ചേച്ച് ഈ മുസ്ലിമാൻ തിരിച്ചുപോയി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടിച്ചോമാരനോട് തോട്ട കെട്ടിക്കൊണ്ടിരിക്കുക മീനെ പിടിക്കാൻ കെട്ടിയ തോട്ട പൊട്ടി. 4 എണ്ണം ഓൺ ദ സ്പോട്ടിൽ ചത്തു. അവന്റെയൊക്കെ മാംസ ഭിത്തിയിലൊക്കെ ഇങ്ങനെ സേമിയ പായസം പോലെ പതിഞ്ഞു. 2 പേരുടെ കൈ പോയി, ഒരുത്തന്റെ കണ്ണുപോയി. സ്തോത്രം. ദൈവത്തിന്റെ ന്യായവിധി 7-ാം ദിവസം വെളിപ്പെട്ടു. ഇതേ സർക്കിൾ ഈ ബോഡിയെല്ലാം കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നേതൃത്വം കൊടുക്കാൻ വന്നപ്പോൾ ഈ ശവമെല്ലാം കൂടെ ചെതറിക്കിടക്കുന്ന കണ്ടിട്ട് ഈ മുസ്ലിമാനായ സർക്കിൾ നെഞ്ചത്തൊരടി. അയാൾ പറഞ്ഞു, അല്ല നീതിയോടെ ന്യായം പിടിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി പൗലോസ് ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ നോക്കി പറയാണ്, അവന്റെ ന്യായവിധികൾ അതെത്ര അപ്രമേയമാ. ഇന്ന് രാത്രി ചോദിക്കാൻ നിനക്ക് ആളുണ്ട് കേട്ടോ. ബന്ധിക്കോസുകാരാ, നീ ആഭരണമൂരി കുണുക്കുമൂരി കൃപയിൽ വന്നപ്പോ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിക്കരുത്. ഇന്ന് പകൽ ഞാൻ ദൂത് പറയുകയാ, ന്യായം വിധിക്കാൻ കരുത്തുള്ള ഒരു ദൈവം എനിക്കും നിനക്കും ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഓ റബലക ശബ്ദരാധരാചന. വിവരിക്കുന്നില്ല ദൈവദാസ വായിച്ചേ.
അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അവന്റെ വഴികൾ എത്ര അഗോചരമാണ്. സ്തോത്രം. നിലയില്ലാത്ത കടലിന്റെ കരയ്ക്ക് നിൽക്കുക ഭക്തൻ. പുറകിൽ ഒരു വലിയ സൈന്യം ആയുധവുമായിട്ട് വരിക. പുറകിൽ ഫറവോന്റെ സൈന്യം, മുമ്പിൽ നിലയില്ലാ കയവും മൈലുകൾ ആഴവും നീളമുള്ള കടൽ, സൈഡ് 2 പർവ്വതം. സ്തോത്രം. ജനം ഒന്നിച്ചു ചോദിച്ചു, ഞങ്ങൾ എങ്ങോട്ട് പോകും? സ്തോത്രം. മോശ കൈനീട്ടി, ചെങ്കടൽ 2ആയി. സ്തോത്രം. ഒരു ഭയങ്കര വഴി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി തുറന്ന വഴി. പ്രഭാതയാമത്തിന് മുമ്പേ അക്കരെ കയറി 30 ലക്ഷം പേരും അവരുടെ കഴുതയും ആടും കന്നാലിയും എല്ലാം കൂടെ. അപ്പൊ വഴിയുടെ വീതി മനസ്സിലായോ? തമ്പുരാൻ തുറക്കുന്നത് ഇടത്തോണ്ടൊന്നും അല്ല കേട്ടോ. ഹലോ, നമ്മുടെ കൂടെയുള്ള സങ്കുചിത മനസ്സൊന്നും അല്ല ദൈവത്തിന്റെ. എന്തോ വഴിയാണെന്നറിയാമോ? ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ നിനക്കും വഴി തുറന്നുകൊണ്ടിരിക്കുക. എങ്ങനെ വഴി തുറക്കുമെന്ന് ചോദിച്ച് ഭാരപ്പെട്ട് രാത്രി വന്നില്ലേ? ഇന്ന് രാത്രി വഴി തുറക്കുക. ആരോടൊക്കെയോ ശക്തമായി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഒരു വഴി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ രാത്രി ദൈവം തുറക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവന്റെ വഴികൾ എത്രയോ അഗോചരമാ. പ്രൈസ് ദി ലോർഡ്. പെട്ടകം ചുമക്കുന്ന ഭക്തന്റെ ഉള്ളംകാലി ചവിട്ടിയപ്പോ യോർദാൻ തിരിച്ചൊരൊറ്റ ഓട്ടം. സ്തോത്രം. താഴത്തെ വെള്ളം താഴോട്ട് ഓടി, മേളത്തെ വെള്ളം മേളോട്ട് ഓടി. അപ്പൊ പാട്ടുകാരൻ ചോദിച്ചു, യോർദാനെ നീ എന്നാടാ പേടിത്തുടരെ പോലെ ഓടുന്നേ? ഉത്തരം, കൃപ പ്രാപിച്ചോ വെള്ളത്തിൽ ചവിട്ടി. പെട്ടകം ചുമക്കുന്നു, വെള്ളത്തിൽ ചവിട്ടി. എനിക്ക് നിൽക്കാനൊക്കെ ഇന്ന് രാത്രി ഒന്നും നിന്റെ നേരെ അടുക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിനക്കെതിരെ കരകവിഞ്ഞൊഴുകി വരുന്ന പോരുകളെ ഇന്ന് രാത്രി തിരിച്ചൊഴുക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഈ പന്തൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അഭിഷേകത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ദൈവവിളിക്കെതിരെ വിരൽ ചൂണ്ടുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി തിരിച്ചൊഴുക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഇവിടെയുണ്ട്. ഓ റബാലകൽക്കനാദരാജനൗഷ സംഭവ. ഹല്ലേലൂയ. നമുക്ക് അരമുയർത്തൊരു നല്ല ഹല്ലേലൂയ പറയാം. ദൈവദാസ വായിച്ചേ. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ. ഹലോ, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര്? സ്തോത്രം. അപ്പന്റെ മനസ്സ്. എന്റെ വണ്ണവും പൊണ്ണവും വിദ്യാഭ്യാസവും വിവരവും പട്ടാളത്തിൽ ജോലിയൊക്കെ ഉള്ള 7 അവന്മാരും ഒരുത്തനെ അഭിഷേകം ചെയ്യണം. അപ്പന്റെ മനസ്സാണ്. സ്തോത്രം. തമ്പുരാന്റെ മനസ്സ്. ശൗമേട് പറഞ്ഞു, കുഞ്ഞെ രാത്രി മൊത്തം കരഞ്ഞ അഭിഷേകത്തിൽ പാത്രം നിറച്ചതേ അപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടവനെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്യാനല്ല. അതൊക്കെ ഇവിടെ നടക്കും. ഹലോ, ഇവിടുത്തെ അപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടവനെയൊക്കെ അഭിഷേകം ഇവിടെ നടക്കും. തമ്പുരാന്റെ കളത്തിൽ നടക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞ് നിനക്ക് ഞാൻ അഭിഷേകതയിൽ നിറച്ചു തന്നത് ഏതെങ്കിലും അപ്പന്മാർക്ക് ബോധിച്ചവന്മാരെ തലയെ കൊണ്ട് ഒഴിക്കാനല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കാട്ടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടവനെ അഭിഷേകം ചെയ്യാനാ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു, ദൂത് അവസാനിക്കും മുമ്പേ അത് നിന്റെ തലമേൽ വീഴട്ടെ, നിന്റെ തലമുറയുടെ മേൽ വീഴട്ടെ. ഇന്ന് രാത്രി ആ അഭിഷേകം ഉറപ്പുള്ളവർ മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കേ. അവന്റെ മനസ്സറിഞ്ഞവൻ ആര്? ചേട്ടന്മാരുടെ മനസ്സേ. സ്തോത്രം. ഞങ്ങളുടെ അനുജൻ അപ്പൻ കൊടുത്ത് ഉടുപ്പ് ഊരി, രണ്ടാമത് പൊത്തിപ്പേർ കൊടുത്താൽ രണ്ടാമത്തെ കൈലി ഊരി. സ്തോത്രം. പൊട്ടക്കല്ലിൽ മണി 20 കാശിന് വിറ്റ് കാരാഗ്രത കിടന്ന് ഇവൻ അവസാനിക്കണമെന്ന ചേട്ടന്മാരുടെ മനസ്സേ. സ്തോത്രം. തമ്പുരാന്റെ മനസ്സ്. ഇവനെല്ലാം അവന്റെ കാൽക്ക കൊമ്പിട്ട് അവൻ ദീർഘമായ 80 വർഷം ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കണം ദൈവത്തിന്റെ മനസ്സ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മനസ്സറിഞ്ഞത് ആരാ? കരമടിച്ച് സ്തോത്രം പറയണം. നീ ആരാകണമെന്ന് തീരുമാനിക്കുന്ന സ്വർഗമാ. ശക്തമായ ദൂത ഞാൻ ദൈവജനത്തോട് പറയുന്നേ, ഈ രാത്രി ഒരു കൺവെൻഷൻ മെസ്സേജായി കേൾക്കരുത്. നീ ആരാകണമെന്ന് എന്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ചേട്ടന്മാരും മൊത്തം 10 കൂടെ വരട്ടെ, ഒരു പൊത്തിപ്പേരുടെ ഭാര്യ വരട്ടെ, പക്ഷെ നിന്നെ ഉയർത്തേണ്ട സമയത്ത് എന്റെ ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഉറപ്പുള്ളവർ ഈ രാത്രി 2 കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ജീസസ്. നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടോ?
ഹല്ലേലൂയ. പൗലോസ് ചോദിക്കുക, ദൈവത്തിന്റെ മനസ്സ് കണ്ടവൻ ആര്? ഒരു പ്ലാസ്റ്റിക്കിന്റെ പെട്ടി മേടിച്ച്, റാലിയുടെ ഒരു സൈക്കിൾ മേടിച്ച്, സൈക്കിളിന്റെ പുറകിൽ പ്ലാസ്റ്റിക്കിന്റെ പെട്ടി കെട്ടിവെച്ച്, കേടായ KSRTC ഒരു ഓൺ മേടിച്ച് സൈക്കിളെ ഫിറ്റ് ചെയ്ത്, ഓരോ വീടിന്റെ മാതക്ക് വന്ന് ഓണ ശക്തിക്ക് അടിച്ച്, ഈ പെട്ടിക്കകത്ത് ഒരു സൈഡിൽ 50 മത്തി, നടുക്ക് 50 കിളിമീനും, ഇപ്പുറത്ത് 50 അയലയും വെച്ചിട്ട് മീനെന്ന് വിളിക്കുന്ന പത്രോസിനെ കാണാനാണ് നാട്ടുകാർ നോക്കിയേ. ഹലോ, പക്ഷെ തമ്പുരാന്റെ മനസ്സ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹലോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ മനസ്സറിഞ്ഞവനാരാ? നിന്നെ പുച്ഛിച്ച് തള്ളി, വിടക്കെന്നെണ്ണി, നിന്നെ ഒറ്റപ്പെടുത്തി, വിരൽ ചൂണ്ടിയ മണ്ഡലങ്ങളിൽ നിന്നെ മാനിക്കാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനിക്കുമെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അവന്റെ മനസ്സറിഞ്ഞവനാര്? അപ്പന്റെ മനസ്സ് ഇഷ്ടം പോലെ കാശുണ്ടെങ്കിലും ദാരിദ്ര്യമാണ്. ഇഷ്ടം പോലെ ധനാട്ടിനെ, പക്ഷെ കൊച്ചനെ കഴുതയുടെ പുറകെ വിട്ടേക്കുക. സ്വതന്ത്രം കൊച്ചനിങ്ങനെ നേരം വെളുത്താ വൈകോളം കഴുതേ തപ്പി നടക്കുക. തമ്പുരാന്റെ മനസ്സ് കഴുതേ തേടിപ്പോയി ഇസ്രായേലിന്റെ രാജാവാക്കണം. എന്തോ പരിപാടിയാ? ഹലോ, അപ്പന്റെ കാഴ്ചപ്പാടി കൊച്ചൻ കഴുതേ തീറ്റുകാരൻ, തമ്പുരാന്റെ കാഴ്ചപ്പാടി കൊച്ചൻ ഇസ്രായേലിലെ രാജാവ്. ഇന്ന് രാത്രി അവന്റെ മനസ്സറിഞ്ഞവൻ ആരാ? നീ കണക്ക് കൂട്ടുന്നവരല്ല. അതുകൊണ്ടല്ല ഭക്തൻ പറഞ്ഞ, അവന്റെ വഴിയൊന്നും നിന്റെ വഴിയല്ല കുഞ്ഞെ, അവന്റെ വിചാരമൊന്നും നിന്റെ വിചാരമല്ല. ഇന്ന് രാത്രി അല്പം ലേറ്റ് ആയി പോയെന്ന് നീ വിഷമിക്കരുത്. ഒരു വലിയ പദ്ധതി നിന്റെ വീട്ടിൽ ചെയ്യാൻ ദൈവം തന്റെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? മറുപടി താമസിക്കുന്നത്, വിടുതൽ താമസിക്കുന്നത് നിന്നെ അപമാനിക്കാനല്ല കുഞ്ഞെ, നീ അറിയാത്തൊരു മണ്ഡലത്തിൽ നിന്നെയും നിന്റെ തലമുറയെ മാനിക്കാൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ മനസ്സുണ്ട്. ഓ, അവന്റെ മനസ്സറിഞ്ഞവനാര്? അടുത്ത വാക്യം വായിച്ചത്, അവന് മന്ത്രിയായിരുന്നവനാര്? സ്തോത്രം. ജോർജ് ദാനിയേൽ പാസ്റ്റർ അവറുകൾക്ക് ഈ ഡിസ്ട്രിക്റ്റിലെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ എന്നെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കണമെന്നൊരാഗ്രഹം. വന്നെന്നിരിക്കട്ടെ, വരത്തില്ല, അത് വേറെ കാര്യം, വന്നെന്നിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ എന്റെ നാട്ടുകാരൻ, എന്റെ അയലോക്കാരനുമാണ് നമ്മുടെ തോമസ് മാത്യു പാസ്. എന്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ അച്ഛൻ അങ്ങനെ തോന്നി, പറഞ്ഞു, തോമസ് മാത്യു നമുക്ക് PC ചെറിയാനെ പിടിച്ച് അങ്ങ് വൈസ് പ്രസിഡന്റ് ആക്കാം. അതുകൊണ്ട് തോമസ് മാത്യു പാസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലിരിക്കുന്ന ചക്കരയും തേനും പോലെ ഭയങ്കര കമ്പനിയാണ്. അച്ഛൻ എന്തോ അറിയാം, അച്ഛൻ എന്തോ വിചാരിച്ചോ അങ്ങനെ തീരുമാനിച്ചേ? അച്ഛന് പുള്ളിയെ കുറിച്ച് എന്താ അറിയാവുന്നേ? 4 കാര്യം പറയുമ്പോൾ അച്ഛൻ പറയാം, എന്നാ പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചെന്ന് ആരും അറിയണ്ട എന്ന് കർത്താവിന്റെ ചെവി പറയാൻ മന്ത്രിയായിരിക്കുന്നവൻ ആരാണ്? മനസ്സിലായില്ലേ? ഇവരങ്ങനെ പറയത്തില്ല കേട്ടോ, എന്റെ ഭയങ്കര പ്രിയങ്കര. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനൊക്കെ ഇവിടെ നടക്കും, കുമ്പനാട്ടും മുളക്കരയൊക്കെ അവിടെ നടക്കത്തില്ല. മനസ്സിലായില്ല? ഹലോ, ഇവിടെ ഇതൊക്കെ നടക്കും. 2000-ന് 4 എണ്ണം കൊടുക്കുമ്പോഴൊക്കെ നടക്കും. അവിടെ അവന് മന്ത്രിയായിരുന്നവൻ ആരാ? PC അങ്ങനെ ആക്കണ്ട, അവനെ അങ്ങനെ ആക്കണം എന്ന് പറയാൻ അവന് മന്ത്രിയായിരുന്നവൻ ആരാ? ഹലോ, നല്ല സ്വത്രം പറയണം. ഒരു റെക്കമെൻഡും ഇല്ല കുഞ്ഞെ, നിന്നെ ഉയർത്താൻ അവൻ തീരുമാനിച്ചാൽ ഇന്ന് രാത്രി അവന്റെ പദ്ധതിയെ നടക്കുവാൻ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി അവന്റെ മന്ത്രിയായിരുന്നവൻ ആര്? തീർന്നില്ല. അടുത്ത വാക്യം, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട്. നാളെ ഏതായാലും ഇവിടെ പൈസയ്ക്കൊക്കെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഇത്രയും വലിയ പന്തൽ, ഇത്രയും കസാരയൊക്കെ ഇട്ടു. അച്ഛനിങ്ങനെ പിന്നെ സ്വതരാഴ്ചയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ അച്ഛാ കടമുള്ളത് മൊത്തം ഞാൻ തന്നേക്കാം, ചെക്ക് എഴുതി കൊടുത്തിട്ട് പോയിട്ട് അടുത്ത വർഷം ഈ കർത്താവ് തന്നോളുമെന്ന് നേരത്തെ മുൻകൂർ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഏതായാലും അവസാനിക്കാൻ പോവാം. 34-40 ദിവസമുള്ളൂ ഈ വർഷം തീരാൻ. ലോകം അവസാനിക്കാൻ പോവാ, ഈ വർഷവും തീരാൻ പോവാ. സ്തോത്രം. അന്നാ പിന്നെ ചില പൊത്തിപ്പിടിച്ചോണ്ടതിന്റെ കാര്യമില്ല. ഏതായാലും ഞാൻ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാലും മുരിക്കിന്റെ പെട്ടിയോ അല്ലെ വട്ടയുടെ പെട്ടിയോ തേക്കിന്റെ പോളിഷ് അടിച്ചുകൊണ്ട് എന്നെ അതിനകത്ത് വെക്കത്തേ ഉള്ളൂ. അല്ല ഒന്നും തരത്തില്ല കേട്ടോ, ചുമ്മാ നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഒന്നും തരത്തില്ല. എന്നാ പിന്നെ കർത്താവിന്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് മുമ്പേ കൊടുത്തിട്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കാനെ മേടിച്ചോളാം എന്ന് പറഞ്ഞാലും കൊട്ടാരക്കരയുണ്ടോ?
പൗലോസ് ചോദിച്ചേക്ക്, അങ്ങനെ മുമ്പേ കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിച്ച് ആരിലും ഉണ്ടോ? സ്വോത്രം പറയണം, സ്വോത്രം പറയണം. നല്ല ബന്ധുക്കോസുകാരുടെ സ്വോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് താഴെ പറഞ്ഞ, അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഈ ഭയങ്കര ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ബുദ്ധിയോടെ എന്ത് ചെയ്യണം? നല്ല സ്വോത്രം പറഞ്ഞു. ഇടയ്ക്ക് കയറി വന്ന കാര്യം പറഞ്ഞ് നമുക്ക് മെസ്സേജ് പറയണ്ടേ? സമയം പോയി. അച്ഛൻ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെട്ടത്തിൽ നിർത്താം. ഗെദസമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തി. പ്രാർത്ഥനയുടെ 3 മണ്ഡലങ്ങൾ. ഒന്ന്, 8 ശിഷ്യന്മാര് ഗെദസമനയുടെ തോട്ടത്തിന്റെ വാതിക്കൽ കാവൽക്കാരെ പോലെ നിന്ന് പ്രാർത്ഥിക്കുക. അതിപ്രധാനപ്പെട്ട 3 പേര് സ്ഥിരമായി കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരുമലയ്ക്ക് അകത്തിരുന്ന് പ്രാർത്ഥിക്കുക. യേശു ഒറ്റയ്ക്ക് ഒരുമല വിട്ട് ഒരു കല്ലേറ് ദൂരെ ഗെദസമന എന്ന സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്കായി പോകുന്നത് പെസഹായുടെ അപ്പം നുറുക്ക് കഴിഞ്ഞിട്ടാണ്. പെസഹായുടെ അപ്പം എല്ലാ വീട്ടിലും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നൊരു ഭയങ്കര ചോദ്യം ചോദിച്ചു, കർത്താവേ, ഇത് എല്ലാ ആമ്പിള്ളാരുടെയും വീട്ടിൽ 4 ദിവസം മുമ്പേ ആടിനെയും മേടിച്ച് കെട്ടി എല്ലാവരും പുളിപ്പില്ലാത്ത അപ്പം വെച്ചിട്ട് ഇന്നെല്ലാവരും പെസഹ കഴിക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ സ്തോത്രം പറവകൾക്ക് ആകാശവും പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് മാത്രം തലചായ്ക്കാൻ ഇടവില്ലെന്ന് പറഞ്ഞ് നടക്കുക, നമ്മളെവിടെ പെസഹ ഒരുക്കുന്നത് എന്ന് ഒരു ഭയങ്കര ചോദ്യം ചോദിച്ചപ്പോൾ ഈയിടെ 60 വർഷം വയസ്സായ ഒരു ദൈവം ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന പടമുണ്ട്. സ്തോത്രം. എൻ്റെ യേശു അന്നേരം ആ താടിക്ക് കൈയോ കൊടുത്ത്, ഞാനും അതാ കുഞ്ഞുങ്ങളെ ആലോചിച്ചോണ്ടിരുന്ന് എന്ന് പറയുന്ന ദൈവം അല്ല. ഹലോ, ഇവിടെ 60 ആയപ്പോഴേ ഒരു പുള്ളിക്കാരത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്റെ കർത്താവ് അങ്ങനല്ല. സ്തോത്രം പറയണം. നിങ്ങൾക്കാ പേടി, എനിക്ക് പേടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചോദ്യം തിരികെ ഉത്തരം റെഡിയല്ലേ? ഇന്നലത് ചോദിച്ചോന്നേ, ചുമ്മാ ചോദിച്ചാ പോലെ. ചോദിച്ചിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് നേരെ അടുത്ത പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം തോളി വെച്ചുകൊണ്ട് എതിർപ്പെടും. അവനോടൊന്നും ചോദിക്കല്ലേ, അവന്റെ പുറകെ പൊക്കോണം. അവൻ ചെന്ന് ഒരു വലിയ വീട്ടിൽ കയറും. അവന്റെ കൂടെ നിങ്ങളും വീട്ടിലോട്ട് കയറിക്കണം. കയറുമ്പോൾ വീട്ടുകാരനെ കാണും, പിന്നെ അവനെ കാണത്തില്ല. അവൻ എന്തെന്ന് ചോദിക്കല്ലേ, അവനൊരു വഴികാട്ടിയ. സ്തോത്രം. വീട്ടുകാരോട് ചോദിക്കണം, ഗുരുവും ഞങ്ങളും കൂടെ എവിടെ പെസഹ ഒരുക്കുന്നത്? ഉടനെ വീട്ടുകാരൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിയെ കാണിക്കും. അവിടെ ഒരുക്കിക്കോളാൻ പറഞ്ഞു. ചോദ്യം ഇപ്പോഴാ ഉണ്ടായ, ഉത്തരം നേരത്തെ റെഡിയാക്കിയിട്ടേക്കുവാ. ഹലോ, ചോദ്യം ഇപ്പോഴാ ഉണ്ടായ, എവിടാ ഒരുക്കുന്നതെന്ന്. കർത്താവ് പറഞ്ഞ, കുഞ്ഞെ അതൊക്കെ ഒരുക്കിയിട്ടേക്ക്, നീ ചോദിക്കാത്തോടല്ലേ പറയാത്തേ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിന്റെ മറുപടി മുഴുവൻ, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം മുഴുവൻ എന്റെ സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുക എന്ന് ഉറപ്പുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭയങ്കരമായ ദൂത് ദൈവാത്മ പറയുക കേട്ടോ. ഇന്നിനകത്ത് നീ ഭാരപ്പെട്ട് വന്നില്ലേ, കർത്താവേ അതെവിടെയാ, ആ വിടുതൽ എവിടെയാ, ആ മറുപടി എവിടെയാ? സ്വർഗം പറഞ്ഞ, കുഞ്ഞെ നീ പോയിക്കോ, ഇന്ന് രാത്രി വിരിച്ചൊരുക്കി വെച്ചിരിക്കുക. ചില വിടുതലുകൾ ഏറ്റെടുക്കുന്നവർ മാത്രം സ്തുതിച്ചേര്. നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നീ കരയുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ഒരു മറുപടി ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം. പെസഹ കഴിഞ്ഞു. കർത്താവ് വസ്ത്രം അഴിച്ചു വെച്ചു, തോർത്തലയിൽ ചുറ്റി, എല്ലാവരുടെയും കാല് കഴുകി. ഇതിനു മുമ്പേ യൂദ സ്ഥലം വിട്ടു. ബാക്കിയുള്ള 11 പേരായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. യേശു തന്നെ ഗെദസമന തോട്ടത്തിൽ മുട്ടുകുത്തി. യേശു ഇവിടെ വന്നത് എനിക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ അറിയാം എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വന്നതല്ല. സ്തോത്രം. എല്ലാ ദിവസവും TV തുറന്ന ഉടനെ 5 അപ്പവും 5000 പേരും യേശു സഹിതം വിളമ്പുന്ന പരിപാടിയും കാണിക്കുന്ന പ്രോഗ്രാമിനല്ല യേശു വന്ന്. സ്തോത്രം. ആരും പറഞ്ഞില്ല. സ്തോത്രം. എനിക്ക് വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കാൻ അറിയാം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കൂടെ നടക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിട്ട് ഞാനിങ്ങനെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന, കയ്യും പൊക്കി നിൽക്കുന്ന പടം കാണിക്കാനല്ല യേശു വന്നത്. സ്തോത്രം. ആരും പറഞ്ഞില്ല. എനിക്ക് 4 ദിവസമായ ലാസറിനെ ഒറ്റ വാക്കിൽ വെളിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്ന് കാണിക്കാനല്ല യേശു വന്നത്.
സ്തോത്രം. ലാസറിന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് അവനെ ഉയർപ്പിച്ചെന്നേ ഉള്ളൂ. 3 ദിവസമായിട്ട് വിശന്നിരുന്നവരെ വിശന്ന് വിടാൻ മനസ്സില്ലാത്ത കൊണ്ട് 5 അപ്പം കൊണ്ട് അങ്ങനെ പോഷിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേര്. ശിഷ്യന്മാർ രാത്രി കുഴഞ്ഞത് കൊണ്ട് വെള്ളത്തിൽ കൂടെ നടന്നേ ഉള്ളൂ. അതിനൊന്നും അല്ല എന്റെ യേശു വന്നൊരു സ്തോത്രം പറഞ്ഞേ. എനിക്കൊത്തിരി അത്ഭുത സിദ്ധികളുണ്ട്, കൃപാവരം ഇങ്ങനെ ഒഴുകുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ല എന്റെ യേശു വന്നത്. എന്റെ യേശു വന്ന ആദാമ്യ വർഗത്താൽ മനുഷ്യന്റെ മേലുളവായ പാപത്തെ പരിഹരിപ്പാനാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കൂടെ യേശു വന്നത് ആദാമ്യ വർഗത്താൽ മനുഷ്യന്റെ മുളവായ മുഴുവൻ ശാപത്തെ, മുഴുവൻ രോഗത്തെ തന്റെ മേൽ ഏറ്റെടുക്കാൻ നമുക്ക് വേണ്ടി ഒരു പ്രതിമരണത്തിനായി ഈ ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു അല്ലാതെ മറ്റൊരുത്തരില്ല. ഹല്ലേലൂയ. യേശു ഉലകത്തിലേക്ക് വരിക എന്നുള്ളത് ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായ പദ്ധതിയൊന്നുമല്ല. ആദാം പാപം ചെയ്ത് കഴിഞ്ഞുണ്ടായ പദ്ധതിയല്ല. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായി വരുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഭൂമിയെ ഉണ്ടാക്കാനും മനുഷ്യനെ സൃഷ്ടിക്കാനും ഏതിലാക്കാനും പദ്ധതി ഇട്ടപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കിയാൽ വഞ്ചകനായ സർപ്പം മനുഷ്യനെ വഞ്ചിച്ചു വശീകരിച്ച് പാപം ചെയ്യിക്കും എന്നറിഞ്ഞിട്ട് അങ്ങനെ പാപം സംഭവിച്ച് പാപത്താൽ മരണം ലോകത്തിൽ ഉളവായാൽ അതിന് പരിഹാരം എന്ത് ചെയ്യണമെന്ന് സ്വർഗത്തിൽ ചിന്തിക്കുമ്പോൾ പുത്രൻ പറഞ്ഞു, എന്നെ അയക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കുന്ന മനുഷ്യൻ തെറ്റിപ്പോയാൽ അവനെ വീണ്ടെടുക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്ത മരണത്തിന് എന്നെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പുത്രനെ മാറ്റിക്കെട്ടി. സ്തോത്രം. ലോക സ്ഥാപനത്തിന് മുമ്പേ കുരുളറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു സ്തോത്രം പറഞ്ഞേ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച മനുഷ്യൻ സെക്കരിയാവാണ്. സെക്കരിയാവിന്റെ പ്രാർത്ഥന കല്യാണമൊക്കെ കഴിച്ചു, ഒരു നല്ല ചെറുക്കനെ വേണം എന്നല്ല പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്റെ കുപ്പായം ഊരുമ്പോൾ അത് ഇടിപ്പിക്കാൻ വേണ്ടി പകരം ഒരു ചെറുക്കം വേണമെന്നല്ല പ്രാർത്ഥിച്ച്. മലാക്കി പ്രവചനം 4:5-6 വാക്യത്തിൽ ഈ ലോകത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന അന്ത്യ ന്യായവിധി, ചൂള പോലെ കത്തുന്ന ആ ദിവസം, വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെയും നശിപ്പിക്കുന്ന ആ ദിവസം വരുന്നതിന് മുമ്പേ ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഞാൻ ഒരുത്തനെ അയക്കും. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പാക്കും എന്ന് പറഞ്ഞ് വാക്യം അടച്ചിട്ട് 400 വർഷമായി. പിന്നെ ഒരു ദൈവശബ്ദമില്ല. സ്തോത്രം. 400-ാമത്തെ വർഷം ശുശ്രൂഷയ്ക്ക് കയറിയ ആളാ സെക്കരിയാവ്. കൂറിന്റെ ക്രമപ്രകാരം അദ്ദേഹം പ്രാർത്ഥിച്ച്, കർത്താവ്, ഈ മലാക്കിൽ അവസാനിപ്പിച്ച ആ ദൂത് എന്റെ കുടുംബത്തിൽ വെളിപ്പെടണം. ചോദ്യം നല്ലതാ, ആഗ്രഹവും നല്ലതാ, പക്ഷെ മറുപടി കിട്ടണമെങ്കിൽ യേശു ജനിക്കുന്ന 6 മാസം മുമ്പ് ഇവൻ ഉരുവാകാവും. സ്തോത്രം. അതുകൊണ്ട് ചോദിച്ചവന്റെ ആഗ്രഹം നല്ലത്. അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സകല കൽപ്പനകളിൽ ഒരു കുറ്റമില്ലാത്തവനാ. അങ്ങനെ വചനമനുസരിച്ച് പ്രാർത്ഥിച്ചപ്പോ തമ്പുരാനൻ ഇവന് സമയം കൊടുത്തു. ഇവൻ പ്രാർത്ഥിച്ചു വയസ്സനായി. ഒരു സ്തോത്രം പറഞ്ഞു. പുള്ളിക്കാരത്തി പ്രാർത്ഥിച്ചു വയസ്സിയായി. സ്തോത്രം. അപ്പോൾ യേശു ജനിക്കാൻ സമയവുമായി, കാലം അതിന്റെ സമ്പൂർണ്ണതയിലായി. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശു ജനിക്കാൻ 6 മാസമുള്ളപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ സമയമായ ദൂതൻ ആലയത്തിൽ ഇറങ്ങി പറഞ്ഞു, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. മനസ്സിലായില്ലേ? നീ പ്രാർത്ഥിച്ച വിഷയം മലാക്കി അവസാനത്തെ വാക്യല്ലേ, അതിന് സമയമായി. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവേശ പ്രാർത്ഥന ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് അവിടെ പെട്ടെന്ന് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഈ പത്രോസ് വന്നപ്പം വാതിൽ തുറക്കാൻ മടിച്ച പോലെ. സ്തോത്രം. അപ്പൊ ഈ സെക്കരിയാവ് ചോദിച്ചു, അത് ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ നടക്കുമോ? അതങ്ങനെ സംഭവിക്കുമോ? പുള്ളി എല്ലാ ഞായറാഴ്ചയും കയറിയ പ്രസംഗിക്കുന്നത്. അബ്രഹാം, നമ്മുടെ പിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു.
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ വിശ്വാസി ശക്തിപ്പെട്ടു, വിശ്വാസി ക്ഷീണിച്ചില്ല. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ജനത്തെ അല്ലേ അളക്കും. പക്ഷെ പുള്ളിയോടൊരു കാര്യം പുള്ളി വിശ്വസിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് ഇവള് ഗർഭിണിയായിട്ട് 6 മാസം ഇരിക്കുമ്പോൾ മറിയ അങ്ങോട്ട് ചെന്നൊരു പ്രൈസിലോട് പറഞ്ഞു. അപ്പൊ കൊച്ചനകത്ത് കിടന്ന് തുള്ളി ഇപ്പൊ എലിസബത്ത് ഒരു പാട്ട് പാടിയപ്പോൾ ഒരു വാക്ക് ചേർത്തു. എടി മറിയേ, ഇത് ഞങ്ങളുടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു, 6 മാസമായി എന്നോട് മിണ്ടിയിട്ട്. ഞാൻ ഈ അവസ്ഥയിരിക്കുക, എന്നോട് മിണ്ടിയിട്ട് 6 മാസമായി, വായും പൂട്ടിയിരിക്കുക. അയ്യോ, പുള്ളി വാക്കെടുത്ത് അങ്ങോട്ട് വാ തുറന്നാൽ പിന്നെ വിശ്വാസം തന്നെയായിരുന്നു പ്രസംഗം. ജനലിൽ ഇളകി മറിയല്ലായിരുന്നു, 12 ഗോത്രവും. ഈ പുള്ളിയൊരു കാര്യം പുള്ളി വിശ്വസിച്ചില്ല. കർത്താവ് പറഞ്ഞു തോന്നുന്നു, നീ വിശ്വസിച്ചല്ലോ, നീ അടി ഭാഗ്യവതി. മനസ്സിലായില്ല? എടി, ഞങ്ങളുടെ പുള്ളിക്കാരൻ പ്രസംഗിച്ചതേ ഉള്ളൂ, വിശ്വസിച്ചില്ല. നീ പ്രസംഗിച്ചില്ലേലും വിശ്വസിച്ചല്ലോ, കർത്താവ് പറഞ്ഞത് നിവർത്തിയാവും, നീ വിശ്വസിച്ചല്ലോ, നീ ആടി ഭാഗ്യവതി. ആരാ ഭാഗ്യവാനെന്ന് മനസ്സിലായോ? ഇന്ന് രാത്രി ദൂത് കേട്ടിട്ട് കൈയടിച്ചു പോകുന്നവനല്ല, അത് കേട്ടിട്ട് അതെന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ആര് വിശ്വസിക്കുമോ അവരാ ഭാഗ്യവാൻ. ഒരു സ്തോത്രം പറഞ്ഞേരെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യോഹന്നാൻ ജനിച്ചു. യോഹന്നാൻ ജനിച്ചപ്പോഴേ ഹേരോദാവ് പറഞ്ഞു കൊന്നേര്. യേശു ജനിച്ചു, യേശുവിനെ കൊന്നേര്. 2 പേരെ കൊല്ലാൻ നോക്കിയിട്ട് ആളിനെ പിടികിട്ടാൻ കാടടച്ചൊരു വെടിവെച്ചു. പിശാചിന്റെ പരിപാടിയെ കാടടച്ച് വെടിവെക്കും. പക്ഷെ ദൂത് പൈതൽ വളർന്നു. ഇന്ന് രാത്രി തമ്പുരാൻ നിന്നെ വളർത്താനാ ജനിപ്പിച്ചതെങ്കിൽ ഒരു സാമ്രാജ്യം മൊത്തം കൂടെ അരിച്ചു പറക്കി 2 വയസ്സായുള്ള മൊത്തം പിള്ളേരെ കൊന്നാലും നീ പോകത്തില്ല. സ്വതന്ത്രം പറയണം. തമ്പുരാൻ വളർത്താൻ തീരുമാനിച്ചാൽ ഉലകത്തിന്റെ രാഷ്ട്രീയ മതശക്തി എല്ലാം കൂടെ ഒരുമിച്ച് അരിച്ചു പറക്കി നിന്റെ പ്രായത്തിലുള്ള 2000 പിള്ളേരെ കൊന്നേക്കാം, പക്ഷെ നിന്റെ രോമത്തെ തൊടത്തില്ല. അവനെ വളർത്താൻ ദൈവം നിശ്ചയിച്ചാൽ ഇന്നത്തെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അങ്ങനെ വളർന്നു. യേശുവിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി യേശു ഗെത്സമനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അപ്പൊ ഈ വാല് ഏദൻ തോട്ടത്തിലും ഉടലെ കാലത്തിൽ കൂടെ 4000 വർഷം എഴഞ്ഞെഴഞ്ഞ് തല ഗെത്സമനിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സർപ്പം എന്ന ഉപായിയായ കൗശലക്കാരൻ മുട്ടുമടക്കിയ കർത്താവിന്റെ കുതികാലി കടിച്ചു. അവൻ ആ കാലുകൊണ്ട് അവന്റെ തലയെ ചതച്ചു. ആ സ്ഥലമാ ഗെത്സമന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 3:15 പറഞ്ഞ ദൂത് ഗെത്സമനെ നിവർത്തിക്കുക. അവൻ അവന്റെ കുതികാല് കടിക്കും, അവൻ അവന്റെ തല തകർക്കും. ഇന്നലെ ദൂത് പറയുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന പലതിനെയും തകർക്കുന്ന ദൈവശക്തി ഈ പന്തലിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, യേശു പ്രാർത്ഥന ആരംഭിച്ചു. ഉലകം കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ യേശുവിന്റെ ഗെത്സമന തോട്ടത്തിന്റെ പരിധി വിട്ട് ഒരു അദൃശ്യ മണ്ഡലത്തിൽ ഇരുട്ടിന്റെ മറ പറ്റി കയ്യപ്പാവിന്റെ ഹന്നാവിന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഒരു ഭയങ്കര ഗൂഢാലോചന നടക്കുകയാണ്. ഒരിടത്ത് ശക്തമായ പ്രാർത്ഥന, മറുഭാഗത്ത് പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഒരു ഗൂഢാലോചന. ഞാൻ ദൂതിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ ഒരു വിലപേശൽ. ഒരുത്തൻ പറഞ്ഞു 100 താലന്ത് തന്നാൽ കാണിച്ചു തരാം. കയ്യപ്പ പറഞ്ഞു 100 തരത്തില്ല, 20 തരാം. യൂദ പറഞ്ഞു 20 കാണിക്കാനൊക്കത്തില്ല, ഇത് സാധാരണക്കാരനല്ല, ലാസറിനെ 4 പക്കം ഉയർപ്പിച്ച പുള്ളിയെ കാണിക്കാൻ പോന്നേ, അതുകൊണ്ട് കാശ് തരണം. സ്തോത്രം. അവിടെ പൈസയ്ക്ക് ബാർഗെയിൻ, ഇവിടെ മുട്ടുമടക്കി പ്രാർത്ഥന. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു ഭാഗത്ത് ശക്തമായ പ്രാർത്ഥന നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രാർത്ഥിക്കുന്നവനെതിരെ വിലപേശ നടക്കുകയാ. ഹല്ലേലൂയ. അത് 100, 75, 50, അവസാനം 30 ഉറച്ചു. ഇന്ന് രാത്രി നീ അറിയുന്നില്ല, നീ പരമാർത്ഥതയോടെ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ഉലകത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റാൻ നീ അറിയാത്തൊരു മണ്ഡലത്തിൽ നിനക്കെതിരെ വിലപേശ നടക്കുകയാ. ആരോടൊക്കെയോ ദൈവം ഇടപെടുക. ഗെത്സമന ഇന്ന് രാത്രി ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന നടക്കുന്ന മണ്ഡലമാണെങ്കിൽ നീ അറിയാത്തൊരു അദൃശ്യ മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കാൻ, നിന്നെ ഒറ്റിക്കൊടുക്കാൻ, നിനക്കെതിരെ വിലപേശ നടക്കുന്ന ഗൂഢാലോചന നടക്കുമ്പോൾ മറുഭാഗത്തൊരു കൊല്ലന്റെ വീട്ടിൽ എന്നും വൈകിട്ട് 6 മണിക്ക് ആല പൂട്ടി വീട്ടിൽ പോകുന്ന കൊല്ലൻ രാത്രി ഉറക്കളച്ചിരുന്ന് 3 കാര്യം പണി തയ്യാറാക്കുക. ഗെത്സമനെ മുട്ടുമടക്കി അവന്റെ കയ്യിലും കാലിലും അടിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തൊട്ടടുത്ത ആശാരിക്ക് ആ രാത്രി ഉറക്കമില്ല. അവനൊരു കഴുകുമരം റെഡി ആയിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്നവനെ 3 ആണികളിൽ ക്രൂശിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അധികം അകലമല്ലാതെ കുറെ പേര് ചേർന്ന് ഒരു മുൾമരം വെട്ടിയെടുത്ത് ഒരു മുൾക്കിരീടം മെനഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവന്റെ തലയിൽ തറയ്ക്കാൻ മറ്റു ചിലർ കോലുകൾ വെട്ടുന്നു, ആ മുൾക്കിരീടം അടിച്ചുറപ്പിക്കാൻ ചിലർ ചമ്മട്ടി തയ്യാറാക്കുന്നു, ചിലർ 7 ഇതളുകളുള്ള ചാട്ട തയ്യാറാക്കി ചാട്ട ചൂണ്ടയും കൊളുത്തും രാത്രി പിടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു പരമാർത്ഥതയോടെ വിശുദ്ധനായ പരിശുദ്ധിയിൽ ശക്തനായ എന്റെ യേശു പ്രാർത്ഥിക്കുക, കർത്താവേ ഹല്ലേലൂയ, ഈ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഗെത്സമനെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന മണ്ഡലമാണെങ്കിൽ നീ അറിയാത്തൊരു മണ്ഡലത്തിൽ നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യാൻ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നവനെ ക്രൂശിക്കാൻ ആർക്കാൻ ഇന്ന് രാത്രി ചില ഗൂഢാലോചനകൾ പൊളിയുന്ന രാത്രിയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സമാപന രാത്രിയിൽ ഗെത്സമന ചെറിയ വിഷയമല്ല. ഇന്ന് രാത്രി ദൈവപൈതലേ ഒരു യുദ്ധക്കളമ. പ്രാർത്ഥിക്കുന്നവനെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ മറുമണ്ഡലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ അരിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ജനം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആരാധിച്ചു. നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ കുടുംബത്തെ ഭൂമി തുടച്ചു മാറ്റാൻ, നിന്നെ തകർത്ത് കളയാൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾക്ക് നേരെ യേശുവിന്റെ കരം ചലിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ പരസ്യകോലമാക്കാൻ, പ്രാർത്ഥിക്കുന്നവനെ വസ്ത്രമടിച്ചു മാറ്റാൻ, പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ, പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്തെ രോമം പിഴുതു പറിക്കാൻ, പ്രാർത്ഥിക്കുന്നവനെ ചതിയ നീചാന്ന് വിളിക്കാൻ. ഹല്ലേലൂയ. ഇന്നലെ ഓശാന പാടിയവർ ഒറ്റക്കെട്ടായി പറഞ്ഞു, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. ഗെത്സമന നീ വിചാരിക്കുന്ന സുഖമുള്ള സ്ഥലമല്ല. പക്ഷെ എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഗെത്സമന ലെഗിയോന്റെ മണ്ഡലമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ ജയം വെളിപ്പെടുന്ന സ്ഥലമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നീയും കേൾക്കാൻ ദൈവം ഉണ്ടെങ്കിൽ ഗെത്സമന ഒരു സുഖമാ. കേട്ടോ, വിശ്വാസമുള്ളവർ മാത്രം ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നീയും കേൾക്കാൻ ദൈവം ഉണ്ടെങ്കിൽ ഗെത്സമന ഒരു അനുഗ്രഹമാ. ഈ പന്തലിനകത്ത് സ്വർഗം ഇന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കൂടെ നിന്നവര് പറഞ്ഞു, അച്ഛാ അവൻ ഉച്ചി കൊടുക്കാൻ പോയി, അവൻ പോട്ടെ, അവന്റെ സാധനം മറ്റൊരുത്തനെ ഏറ്റെടുത്തു. മെറ്റോമാർ 8 പേര് ഉറങ്ങിക്കോട്ടെ, ഞങ്ങളുണ്ടച്ചാ, നിനക്ക് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാ, സ്തോത്രം എന്ന് പറഞ്ഞ 3 പേര് ഉറങ്ങിപ്പോയി. ഹലോ, ഗെത്സമന കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച എല്ലാവരും നിന്നെ കൈവിടുന്ന സ്ഥലമാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരെല്ലാം പോയാലും ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ കാണും എന്ന് പറഞ്ഞ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും കൈവിടുന്ന സ്ഥലമാ ഗെത്സമന. ഇന്ന് രാത്രി ശക്തമായി പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരെ, ദൈവമക്കളെ ദൂത് കൈമാറുകയാ. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഈ പന്തലിൽ നടക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മയെ പ്രവചിക്കുകയാ. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? കൂടെ നിന്നവരെല്ലാം തള്ളിക്കളയുന്ന, ഒറ്റപ്പെടുത്തുന്ന, ജീവിതത്തിൽ ആരും ഒരാശ്വാസം പകരാത്ത, ആരും സഹായത്തിലില്ലാത്ത ഗെത്സമന ഇന്ന് രാത്രി നീ അനുഭവിക്കുന്നെങ്കിൽ പേടിക്കണ്ട. സ്വർഗത്തിന് മനസ്സിലായി ഗെത്സമനയിൽ പുത്രൻ ഒറ്റപ്പെട്ടു. അപ്പം തിന്നവരും ഓശാന പാടിയവരും എല്ലാം കൈവിട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോ ദൂതനെ ഇറക്കി. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനെ നീ ഒറ്റയ്ക്കല്ല, ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, ഹല്ലേലൂയ,
ഒരു ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിന്റെ വഴിയടഞ്ഞ മണ്ഡലത്തിൽ, എല്ലാവരാൽ കൈവിടപ്പെട്ട മണ്ഡലത്തിൽ എന്നെ ശക്തീകരിക്കാൻ ഇന്ന് രാത്രി ഒരു ദൂതനെ ദൈവം എന്റെ കൂടാരത്തിൽ ഇറക്കുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി. ഓ റബാബാഷ് ചൂടാരജലരഗതമനരബലബഷ്. നിന്റെ പ്രിയപ്പെട്ടവൻ കിടക്കുന്ന ഐസിയുവിൽ ദൂതൻ ഇറങ്ങാൻ പോകുകയാ. നിന്റെ കുഞ്ഞ് ആക്സിഡന്റിൽ കിടക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങാൻ പോകുകയാ. നീ ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ ഇന്ന് രാത്രി ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. നീ ഇവിടെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൂതേറ്റെടുത്തു. ഒരു ശക്തമായ വിടുതൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുകയാ. ഈ സെന്ററിലെ മുഴുവൻ സഭകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ, അഭിഷേകം ജ്വലിച്ചു വരട്ടെ. ഇന്നത്തെ ആരും മൗനമായിരിക്കരുത്. നിന്നെ ചില കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ദുഷ്ടപ്പിശാച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അഴിച്ചു മാറ്റുകയോ. ഓ യേശുവിന്റെ നാമത്തിൽ തന്റെ അകത്ത് താൻ പ്രാണഭയത്തിലായി. പ്രതീക്ഷിച്ച് എല്ലാവരും കൈവിട്ടു. കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ട ഗദസമനയിൽ എതിരായി വ്യാപരിക്കുന്ന ഏതിന് വെളിപ്പെട്ട ശക്തി. ഭയങ്കര യുദ്ധം നടക്കുക. ഈ സമയത്ത് ഇറങ്ങി വന്ന ദൂതന്റെ കയ്യിൽ കുടിക്കാൻ ഒരു പാനപാത്രം നിർബന്ധിച്ചത് കുടിക്കാൻ പറഞ്ഞു. ആശ്വാസത്തിന്റെ ഏലിയാവിനെ ചൂരച്ചില ചുടച്ചു കൊടുത്തതുപോലെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് പുത്രൻ എത്തിക്കൊത്തി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആദാം മുതൽ കാഹളം ധ്വനിക്കുന്നത് വരെ ഉലകത്തിൽ പിറക്കുന്ന മുഴുവൻ മനുഷ്യന്റെ പാപം, ഓ ഹല്ലേലൂയ, മുഴുവൻ മനുഷ്യന്റെ മ്ലേച്ഛത, അശുദ്ധി, ശാപം, രോഗം എല്ലാം കൂടെ നുരഞ്ഞു പൊങ്ങുന്ന ഒരു പാനപാത്രം ഗദസമനെ മുട്ടുമടക്കിയവരെ നേരെ നീട്ടി. ഓ ഹല്ലേലൂയ. പുത്രൻ പറഞ്ഞു, പിതാവേ, ആ തയ്യാറാകുന്ന ആണി എന്റെ കയ്യിൽ അടിച്ചോ, ആ കുന്തം എന്റെ വിലാപ്പുറത്ത് കുത്തിക്കോ, ആ മുൾക്കിരീടം എന്റെ തലയിൽ അടിച്ചുറപ്പിച്ചോ, ആ ചാട്ടമാർ എന്റെ പുറം ഉഴുതു മറിച്ചോ. പക്ഷെ പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഞാൻ, പാപം ചെയ്യാത്ത ഞാൻ, ഈ പാനപാത്രം കുടിക്കാൻ മാത്രം പറയരുത്. ഞാൻ പിടഞ്ഞു മരിച്ചോളാം, എന്റെ രക്തം മുഴുവൻ ഊറ്റിയെടുത്തോ. പിതാവ് പറഞ്ഞ, പുത്ര, മനുഷ്യന്റെ പാപം നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മരണം കൊണ്ട് പ്രയോജനമില്ല. നീ അത് ഏറ്റെടുത്തേ മതിയാകൂ. പുത്രൻ പറഞ്ഞു, ഞാൻ ഇത് കുടിക്കാതെ മനുഷ്യന്റെ പാപം നീങ്ങിക്കൂടാ എന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേര് ദൂതേറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഇവിടെ സന്തോഷിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ പാപം, നമ്മുടെ മുഴുവൻ ശാപം, നമ്മുടെ മുഴുവൻ രോഗം ഏറ്റെടുത്ത ഗദസമന നിന്റെ വിടുതലിന്റെ സ്ഥലമാ. ഓ, നിന്റെ രക്ഷ പൂർത്തീകരിച്ചത് അവിടെയാ. നിന്റെ പരദീസ മടക്കി കിട്ടിയത് അവിടെയാ. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. ഞാൻ വേഗം ഓടിപ്പോകട്ടെ. 2-3 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1, 2, 3 റൗണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് എഴുന്നേറ്റു. ഉറങ്ങുന്നവരെ ഉണർത്തി. യൂദ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തു. യേശു പിടിക്കപ്പെട്ടു. യേശു വിസ്തരിക്കപ്പെട്ടു. കയ്യപ്പാവിന്റെ അരമന, ഖന്നാവിന്റെ അരമന, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പീലാത്തോസിന്റെ അരമന, ഹേരോദാവിന്റെ അരമന, വീണ്ടും പീലാത്തോസിന്റെ അരമന. 6 സ്ഥലത്ത് മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞെങ്കിലും ജനത്തെ പ്രസാദിപ്പിക്കാൻ പരിശുദ്ധനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവനെ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി വസ്ത്രം അഴിച്ചു മാറ്റി. ഒരു കല്ലിന്മേൽ അവന്റെ കൈകൾ ബന്ധിച്ച് അവനെ കെട്ടിയിട്ട് 7 ഇതളുകളുള്ള ചാട്ടപാറ, ചൂണ്ടയും അല്ലെ കൊളുത്തുകളും അസ്ഥിയും വെച്ച് പിടിപ്പിച്ച ചാട്ടപാറ കൊണ്ട് അവനെ അടിച്ചത് നമ്മൾ ദേഷ്യം വരുമ്പോ പിള്ളാരെ 1-5-6 അടി അടിക്കുന്ന പോലെ അല്ല.
10 അടി ഒന്നിച്ചടിച്ചാൽ ഒരു വേദനയേ ഉള്ളൂ. പക്ഷെ യേശുവിനെ അങ്ങനല്ല അടിച്ചേ. ചാട്ടവാർ 2 പേരുടെ കയ്യിൽ നിൽക്കുക. പക്ഷെ ശതാധിപൻ എണ്ണണം. 1 എന്ന് പറയുമ്പോഴേ ചാട്ടവാറിന് അടിക്കാവൂ. അടിച്ച ചാട്ടവാറ് വലിച്ച് താഴേക്ക് ഊരിയെടുത്ത് 7 ലൈനായിട്ട് അപ്പുറത്ത് ചാട്ടവാറ് ഉരിഞ്ഞു വരുമ്പോൾ അത് കൊറ്റിപ്പിടിച്ച മാംസം വിനാഗിരിയും ഉപ്പും ചെന്ന ലായനിൽ ഒലച്ച് കഴുകണം. കഴുകി ആ ചാട്ടവാർ ഊരിക്കഴിയുമ്പോൾ 2 എണ്ണിയാലേ രണ്ടാമത്തെ അടിയടിക്കാൻ ഒക്കൂ. അങ്ങനെ 39 അടിയുടെയും വേദന 39 തന്നെ എന്റെ കർത്താവ് അനുഭവിച്ചു. നീ ഒരായുസിൽ അനുഭവിക്കുന്ന മുഴുവൻ വേദന ഗബദായുടെ അകത്തളത്തിൽ എന്റെ കർത്താവ് 39 അടിയടിച്ചപ്പോൾ അനുഭവിച്ചത് നിന്റെ വേദനകളെ ചുമന്നു നീക്കേണ്ടതിനാ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ ദൂത് പറയുമ്പോൾ അത്ഭുതകരമായ വിടുതൽ നിന്റെ മൺകൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റെടുക്കുന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരു കശാപ്പുശാലയിൽ അറബുശാലയിൽ കഴുത്ത് വെട്ടിമാറ്റിയ ഒരു ആട്ടിൻകുട്ടിയുടെ തോലൊഴിച്ചിട്ട് ഒരു കശാപ്പുകാരൻ കഷണമായി ഞുറുക്കുന്നത് പോലെ ഗബദയിൽ എന്റെ യേശുവിനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. പച്ച പൈൻമര കുരിശുമായി ഗാഗുൽത്തായിലേക്ക് പോയ യേശുവിനെ അല്ലെങ്കിൽ കാരിലും പാണികളാൽ തറച്ച് ക്രൂശിന്മേൽ തറച്ച് അവൻ മരിച്ചു. ഹല്ലേലൂയ. അവനെ ഒരു നിർമ്മല ശീലയിൽ 100 രാത്രി സുഗന്ധവർക്കം ചേർത്ത് വെച്ച് അവനെ കൊണ്ട് കല്ലറയിൽ അടക്കി. സ്തോത്രം. അവൻ മരിച്ചിട്ടും ഇവരുടെ വൈരാഗ്യം തീരാതെ അവന്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിയിറക്കി. ഒരു ദൂത് മറഞ്ഞിരിപ്പുണ്ട്. ഏദനിൽ 1ാമത്തെ ആദാവിന് ഒരു മണവാട്ടിയെ കൊടുക്കാൻ ഒരു വാരിയൽ ഊരിയെടുത്ത് അത് സ്ത്രീയാക്കിയെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ മണവാട്ടിയെ പുറത്തു കൊണ്ടുവരാൻ അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിയരുതെന്ന് പ്രവചനമുള്ളത് കൊണ്ട് അസ്ഥി ഒടിക്കാതെയും അസ്ഥി ഊരാതെയും ഒരു വാരിയലിന്റെ കനമുള്ള കുന്തം 2 വാരിക്കിടയിലൂടെ കുത്തിക്കേറിയപ്പോൾ 2 വാരി അകന്നിട്ട് ഒരു വാരിയുടെ അകലമുണ്ടായി. ആ അകലത്തിൽ കൂടെ ചാടി ഒഴുകിയിറങ്ങിയ കാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിലാ കാന്തയായ മണവാട്ടിയെ എന്റെ യേശു രൂപപ്പെടുത്തിയത്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഏദനിലെ ഔവയ്ക്ക് ഒരു വാരിയ ചെലവായുള്ളെങ്കിൽ ഈ സഭയാകുന്ന കാന്തയ്ക്ക് വേണ്ടി അകത്തെ രക്തം മുഴുവൻ. നല്ല സൂത്രം ഈ രാത്രി പറയണം. പ്രൈസലോ. 3-ാം നാൾ കല്ലറയെ പേരിച്ച് ഉയർത്തെഴുന്നേറ്റ് മറിയെ വിളിച്ചൊരു വിളിയുണ്ട്, തോട്ടക്കാരാ. സ്തോത്രം. ആദമിനെ തമ്പുരാൻ കൊണ്ടാക്കിയ തോട്ടത്തിൽ കൊണ്ടാക്കിയപ്പോൾ പേര് വന്നു തോട്ടക്കാരൻ. ചായക്കട നടത്തിയ പേര് വരും ചായക്കടക്കാരൻ. പലചരക്ക് നടത്തിയ പലചരക്കടക്കാരൻ. തോട്ടത്തിലാണ് തോട്ടക്കാരൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നേരം എടുത്ത വയ്യോളം ആദാം താഴോട്ട് നോക്കത്തില്ല, മേളോട്ട് നോക്കി കിടക്കുക. ഫ്രൂട്ട്സ്, സ്തോത്രം, അവക്കാഡോ വിളഞ്ഞോ, ആപ്പിൾ വിളഞ്ഞോ, ഓറഞ്ച് വിളഞ്ഞോ, ഇങ്ങനെ നോക്കി നടക്കാം. പുള്ളി എപ്പോഴും മേളോട്ടായിരുന്നു കേട്ടോ, കാരണം മോളിൽ നിന്നാണല്ലോ സൃഷ്ടി. സ്തോത്രം. ഉപായത്തെ ചതിച്ചു. പിറ്റേ ദിവസം പുള്ളി തൂമ്പായിട്ട് തോളത്ത് വെച്ചു. മുള്ളെവിട, പറക്കാരെ മുള്ളെവിട, നിലത്തോട്ട് പോകാണത്. മനസ്സിലാകുന്നുണ്ട്? ഇന്നലെ അച്ഛൻ മേളോട്ടായിരുന്നു, ഇപ്പൊ അച്ഛൻ താഴോട്ടായി. പിശാചിന്റെ പരിപാടി മനസ്സിലായില്ലേ? അച്ഛൻ ഇപ്പൊ മുള്ളും പറക്കാരും നമ്മൾ. ഇന്നലെ ഫ്രൂട്ട്സ് ഒക്കെ നടക്കാറ്. മനസ്സിലായില്ല ആർക്കും? ഇന്നലെ പരിപാടി ഫ്രൂട്ട്സ് പറിക്കുക, ഇന്ന് പരിപാടി മുള്ളും പറക്കാരെയും പറിക്കുക. കേറിയത് തോട്ടക്കാരൻ, ഇറങ്ങിയത് ദാസനായിട്ട്. സ്തോത്രം. എന്റെ യേശു ജനിച്ചത് ദാസനായിട്ട്, കല്ലറയിൽ നിറങ്ങിയ തോട്ടക്കാരനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പിശാച് ആദാമിൽ നിന്ന് എന്തെല്ലാം അപകരിച്ചോ അതെല്ലാം കല്ലറയിൽ നിറങ്ങി വന്നപ്പോ യേശു തിരിച്ചു പിടിച്ചു. ഈ രാത്രി തോട്ടക്കാരൻ നമ്മെ കൊണ്ട് ആക്കിയിരിക്കുന്നത് കെട്ടിയടച്ചൊരു തോട്ടത്തിന്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ സഭയുടെ നാഥൻ തോട്ടക്കാരനും നമ്മൾ തോട്ടത്തിലെ കൃഷികളും. സ്തോത്രം പറയണേ. തോട്ടം കെട്ടിയടച്ചതാ. ഇന്നത് കെട്ടിയടച്ച തോട്ടത്തിൽ നിൽക്കുന്നവൻ പ്രമാണം വിട്ടു പോകല്ല. ഏതെങ്കിലും അഗരോന്റെ എല്ലാം കയ്യിൽ ഉളിയുണ്ട്. അവൻ പോകുന്നെങ്കിൽ ഉളി കൊണ്ടാവും വന്നേക്കുന്നത്. അവനറിയാം അവസരം വന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കണം. സ്തോത്രം. അതുകൊണ്ട് ചോദിച്ചപ്പോൾ എല്ലാവരും കുണുക്ക് കൊടുത്തെല്ലാം കൊണ്ട് അവൻ ഉളി കൊണ്ട് പാശ വരുത്തുന്ന പുള്ളിക്കപ്പം ഉളി കൊണ്ട് പാശ വരുത്ത ഉളി കയ്യിലുണ്ട്. ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ 6 രൂപ കയ്യിൽ ഉളി ഉണ്ടെന്ന് അറിയത്തുള്ളൂ. സ്തോത്രം. പാശ വരുത്തിയ ദൈവത്തെ കണ്ടപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു, ഇത് മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച ഇസ്രായേലിന്റെ ദൈവമാകുന്നു. ചൊല്ലി കേട്ടപ്പോൾ ജനമെല്ലാം കൂടെ അങ്ങ് ആരാധിച്ചു. നമുക്ക് ട്യൂണാണല്ലോ വിഷയം.
സ്തോത്രം. ജനത്തിന് സുഖിച്ചത് കണ്ടപ്പോൾ അഹരോൻ ഒരു യാഗപീഠം ഉണ്ടാക്കി. എന്നിട്ട് പുറത്ത് ബാനർ കെട്ടി റോഡ് സൈഡിൽ, യഹോവയ്ക്കൊരു ഉത്സവം. സംഗതി കാളയ്ക്ക, പക്ഷെ ബാനർ യഹോവയ്ക്ക. ഹലോ, അകത്ത് കാളയുടെ പരിപാടിയാണ്, പക്ഷെ പുറത്ത് ബാനർ യഹോവയ്ക്ക് ഉത്സവം. യേശു സൗഖ്യമാക്കുന്നു. യേശു സൗഖ്യമാക്കുന്ന പറഞ്ഞാൽ അത്തപ്പൂട്ടുകൊണ്ട് നടക്കുക. നീ അതിന്റെ പുറകെ കൈപൊക്കാൻ നടക്കുക. അവൻ പ്രസംഗം പീഠത്തിന് അങ്ങോട്ട് വരുന്നു. ഉടനെ വാളനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നു. ഉടനെ കസാറയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഉടനെ വാളണ്ടിയേഴ്സ് കസാറ പിടിച്ചോണ്ട് വരുന്നു. ഉടനെ സഹോദരിമാർ വേദോസ്വത്തെ ചവിട്ടായിരിക്കാൻ, എടാ നീ തപ്പുന്ന, അത് ഞങ്ങളുടെ അമ്മമാർ അഭിഷേകം വന്ന പിന്നെ പുസ്തകത്തെ ചവിട്ടും, അതിന് പുസ്തകം എടുത്ത് മാറ്റുക. ഹലോ, മനസ്സിലായില്ല? തോട്ടക്കാരൻ തോട്ടത്തിലാക്കിയേക്കുക. ഇത് കെട്ടി അടച്ച തോട്ടമാ. വെളിയിൽ നിന്നൊന്നും അകത്ത് കയറരുത്, അകത്തു നിന്നൊന്നും വെളിയിൽ പോകരുത്. അകത്ത് വിശ്വസ്തയോടെ നിന്നാൽ നിന്നെ ദൈവം മാനിക്കും. കർത്താവ് വരാൻ പോകുകയാ. ഇന്നത്തെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ കെട്ടി അടച്ച തോട്ടത്തിൽ പ്രമാണത്തിലൂടെ നിൽക്കുന്നു. ദൈവവേദനാന്ന് ഉറപ്പുള്ളവർ രണ്ട് കടമടച്ച് നന്നായിട്ടൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളത്തിൽ ആഴമായ നിയോഗമുണ്ട്. രോഗി ഇന്ന് സൗഖ്യമായിരിക്കും. നാളെ നീ വരുന്ന അവശതയോടല്ല, നീ ഇന്ന് രാത്രി ഓൾറെഡി സൗഖ്യമായി കഴിഞ്ഞു. ഞാൻ ഗതസമനെ വ്യാഖ്യാനിച്ചില്ല, വ്യാഖ്യാനിക്കാൻ മുഖവരെ പറഞ്ഞതേ ഉള്ളൂ. വ്യാഖ്യാനിച്ച യോഗം ഈ രാത്രി തീരത്തില്ല, അത്ര ഭയങ്കര വിഷയമാണ്. പക്ഷെ ഗതസമന രാത്രി നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. നീ വീട്ടിൽ പോയാൽ ഈ വചനം അകത്ത് കത്തണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഗതസമനയുടെ ശക്തി നിന്റെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അത് നിന്നെ ഇന്നിരുന്ന് ശക്തീകരിക്കുന്നതാ. എത്ര പേർക്ക് തയ്യാറുണ്ടെന്ന് രാത്രി എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണെന്ന് ഉറപ്പുള്ളവർ വേഗം ഒന്ന് ചാടി എഴുന്നേറ്റേ. ഇന്ന് രാത്രി ഒരു വിടുതൽ ഈ പന്തലിൽ സംഭവിക്കാൻ പോകുകയാ. ഈ കൺവെൻഷന്റെ, ഈ സെൻട്രൽ കൺവെൻഷൻ സമാപന രാത്രി ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുന്ന രാത്രിയോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവദാസ, ഞാൻ ഈ വചനം ഏറ്റെടുക്കുന്നു എന്ന് ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന മുഴുവൻ പേരും ദൈവസന്നിധാനം എഴുന്നേക്കാം. നിങ്ങളെ മുൻപോട്ട് വിളിക്കാൻ എന്റെ ഉള്ളത്തിൽ വലിയ താല്പര്യമുണ്ടെങ്കിലും ഈ രാത്രി ഞാനത് ചെയ്യുന്നില്ല. എന്നാൽ സമാപന രാത്രിയല്ലേ, നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് അത്യാവശ്യമായി പ്രാർത്ഥിക്കേണ്ടവര്, യോഗം കഴിഞ്ഞ് വണ്ടി എനിക്ക് കിട്ടും, വീട്ടിൽ പോകാനൊക്കും എന്ന് ഉറപ്പുള്ളവർ മുന്നോട്ട് വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം പോകുന്നവരെല്ലാം ഒന്ന് നിൽക്കണം അവിടെ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഒരു നിമിഷം കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലം ഒരുപോലെ മടങ്ങുന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനം ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. ദുഷ്ടപ്പിശാച് നാടുകളായി കെട്ടിയ സകല കെട്ടുകൾ ഇന്ന് രാത്രി ആഴത്തിൽ അരിഞ്ഞു മാറട്ടെ. ദൈവാത്മാവിന്റെ തീയിറങ്ങി ദഹിപ്പിക്കുന്ന മണ്ഡലങ്ങളെ കരിച്ചു മാറ്റി ഇന്ന് രാത്രി അടയപ്പെട്ട സകല വഴികൾ തുറക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പീഡിതരുടെ പീഡനങ്ങൾ ഇപ്പോൾ മാറട്ടെ. ദൂതന്റെ ബന്ധനങ്ങൾ അടിഞ്ഞു മാറട്ടെ. സൗഖ്യം ശരീരത്തിനെ വ്യാപരിക്കട്ടെ. രോഗമേ, രോഗാത്മാവേ, ഈ മൺകൂടാരങ്ങളെ വിട്ട് ഇന്ന് രാത്രി പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ്. നിരാശകൾ മാറട്ടെ, ഒറ്റപ്പെടുത്തലുകൾ മാറട്ടെ, അപമാനങ്ങൾ മാറട്ടെ, അപകീർത്തികൾ മാറട്ടെ, അപകടങ്ങൾ മാറട്ടെ, പെരുമരണങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി പുതിയ അഭിഷേകത്താൽ ഈ ജനത്തെ നിറയ്ക്കണമേ കർത്താവേ. യഥാർത്ഥമായ ഒരു പെന്തക്കോസിന്റെ ശക്തി ഇന്ന് രാത്രി ഓരോ ജീവിതങ്ങളെ ഈ രാത്രി അഗ്നി പോലെ ഇറങ്ങി വരട്ടെ. ഈ ജനത്തെ മുഴുവനായി ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർത്ത് കളയുവാൻ ഉന്നം വെക്കുന്ന ഗൂഢാലോചന മണ്ഡലങ്ങളിൽ അകപ്പെടാതെ വണ്ണം നിന്റെ അഭിഷക്ത ഗണത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു പുതിയ അധികാരം, ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ പകരുന്നതിനായി സ്തോത്രം. ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനായി കൂട്ടുപ്രവർത്തകർക്കായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എനിക്കൊരു വിടുതൽ തന്നെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തിയായി നമുക്ക് ഒരുമിച്ച് കരമടിച്ചൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ചോരയൂറ്റിയ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ? ക്രൂശിലാകമാ ചോരയൂറ്റിയ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ? ദേവദേവനേ, ത്യാഗവീരനേ, ദേവദേവനേ, ത്യാഗവീരനേ, ജീവിത സുഖം നീ മാത്രമാകുമേ. ജീവിത
സുഖം നീ മാത്രമാകുന്നേ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനേ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനേ ഞാനെന്നു കാണുമോ. പൂർവപിതാക്കൾ നോക്കി പാർത്തതാ നിത്യസൗധത്തിൽ നാം എത്തിടുവാനാ. പൂർവപിതാക്കൾ നോക്കി പാർത്തതാ നിത്യസൗധത്തിൽ നാം എത്തിടുവാനാ. യുവസോദരങ്ങളെ യുവകേസരികളെ യുവസോദരങ്ങളെ യുവകേസരികളെ നാം ഒന്നു ചേരുക ജനക്കൊടി ഉയർത്തുക. നാം ഒന്നു ചേരുക ജനക്കൊടി ഉയർത്തുക. ലക്ഷ്യമതാണേ യഥാശയതാണേ ജീവനാഥനേ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ യഥാശയതാണേ ജീവനാഥനേ ഞാനെന്നു കാണുമോ. എനിക്കാനന്ദമല്ലേ സിയോൻ പുലിയലോ അധിക നാമമേ. എനിക്കാനന്ദമല്ലേ സിയോൻ പുലിയലോ അധിക നാമമേ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. അന്നു തീരുമേ ഈ പായി ദുരിതം. അന്നു തീരുമേ ഈ പായി ദുരിതം. ലക്ഷ്യമതാണേ എന്നാശയതാണേ ജീവനാഥനേ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ എന്നാശയതാണേ ജീവനാഥനേ ഞാനെന്നു കാണുമോ. എനിക്കാനന്ദമല്ലേ സിയോൻ പുലിയലോ അധിക നാമമേ. ഭൂമി എനിക്കാനന്ദമല്ലേ സിയോൻ പുലിയലോ അധിക നാമമേ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. അന്നു തീരുമേ ഈ പായി ദുരിതം. അന്നു തീരുമേ ഈ പായി ദുരിതം. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. അന്നു തീരുമേ ഈ പായി ദുരിതം. അന്നു തീരുമേ ഈ പായി ദുരിതം. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. അന്നു തീരുമേ ഈ പായി ദുരിതം. അന്നു തീരുമേ ഈ പായി ദുരിതം. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ. അന്നു തീരുമേ ഈ പായി ദുരിതം. 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 ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച ആശീർവാദം മറന്നുവരെ ദൈവമക്കൾക്ക് ഇരിക്കാം. കർത്താവിന്റെ വചനം അധികാരികമായി ഇന്ന് രാത്രി നമ്മോട് സംസാരിപ്പാൻ കർത്താവ് തന്നെ നല്ല അഭിഷക്തദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. ഇന്ന് രാത്രി ആമേ കർത്താവിന് ക്രൂശിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം അവസരം തന്നു. കേൾക്കപ്പെട്ട വചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിന് വിലപ്പെട്ട ദൈവവൃതൻ പാസ്റ്റർ സി.ജി. എബ്രഹാം അവർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം നമുക്ക് പിരിയാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കർത്താവായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 3 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചനായ കർത്താവ്, ഈ 4ാമത്തെ രാത്രിയും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മാറച്ചല്ലോ. പാടുവാൻ കൃപ നൽകിയല്ലോ. പ്രാർത്ഥിപ്പാൻ പക്ഷപാതം ഇടയാക്കിയല്ലോ.
തിരുവചനങ്ങൾ വളരെ ശക്തമായി വ്യക്തമായി കർത്താവ് വരച്ചു കാട്ടുവാൻ ദാസനെ നീ അഭിഷേകം ചെയ്തതിനാൽ നന്ദിയോട് സ്തോത്രം. കേട്ടതായി വചനം എല്ലാവരുടെ ഹൃദയത്തില് ആഴമായി പതിവണ്ടയാക്കുമാറാകണമേ. വല്ലപ്പോഴും ഒഴിവ് പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ. സൂക്ഷിപ്പാൻ വിലപ്പെടുദാസനെ അധികാരപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. പിന്നെ സജ്ജീകരിക്കണമേ. പുതുബലത്താലും പുതിയ ശക്തിയാലും ആത്മനിറവനാലും തുറന്നുള്ള ആളുകളിൽ നീ വരുവാൻ താമസിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഞങ്ങളുടെ കൺവെൻഷനെ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഈ സന്ദർഭം ശുശ്രൂഷിക്കുന്നതായ വിലപ്പെടുദാസനെയും എന്റെ കൃദാസന്മാരെയും എല്ലാവരെയും ആരോഗ്യത്തോടെ ഇത്രത്തോളം നടത്തി വഴിവെക്കായി സ്തോത്രം. ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹപൂർത്തിയോടെ അയക്കണമേ. നാളെ പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും ആത്മനിർഭരായി തിരുവാടയാക്കണമേ. ജനത്തെ എല്ലാം കൂട്ടിവരുത്തണമേ. പ്രകൃതി അനുകൂലമാക്കണമേ. ഒരു വലിയ ആത്മപ്രവാഹം ഞങ്ങളുടെ നടുവിലേക്ക് നീ അയക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹപൂർത്തിയോടെ അയക്കണം. പാപവും ദോഷം നട്ടാന്ന് കാത്തുകൊള്ളണം. അറിവിനായി ഒരുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ ആൾക്കാരങ്ങളെ എഴുതിവന്ന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും വരുന്ന നാളെ നടക്കുന്ന എല്ലാ കുടിവരവിന്മേലും ഇന്നും എന്നേക്കും അവിടുത്തെ രണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് വീണ്ടും മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. തുടർന്ന് ഗാനങ്ങൾ ഇവിടെ ഗായക സംഘം ആലപിക്കുമ്പോൾ വ്യക്തിപരമായി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി താല്പര്യമുള്ള പ്രിയപ്പെട്ട മുമ്പോട്ട് കടന്നു വന്നാൽ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ ഈ സ്റ്റേജിലേക്ക് വരണം. സെൻട്രൽ ശുശ്രൂഷൻ ചില നിർദ്ദേശങ്ങൾ നൽകും. കർത്തൃദാസന്മാർ പാസ്റ്റേഴ്സ് ദയവായിട്ട് സ്റ്റേജിലേക്ക് വരിക. PYPA സൺഡേ സ്കൂളിന്റെ ലീഡേഴ്സ് എക്സിക്യൂട്ടീവ് ദയവായിട്ട് ഇവിടെ കടന്നു വരിക. നാളത്തെ കാര്യങ്ങളെ കുറിച്ച് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ചില നിർദ്ദേശങ്ങൾ നൽകും. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശുവിൻ സാക്ഷികളായി എന്നുള്ളതായ ഗാനം നമുക്ക് പാടാം. പ്രാർത്ഥിക്കാനുള്ള പ്രിയപ്പെട്ടവര്, പ്രാർത്ഥന ആവശ്യമുള്ളവര് മുമ്പോട്ട് കടന്നു വന്നാട്ട് കർത്തൃദാസൻ പ്രാർത്ഥിക്കും.